ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ രസമാണ്. കുരുമുളക് വെച്ചിട്ട് ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നല്ലോണം ചതച്ച് വയ്ക്കാം. പിന്നെ മല്ലിയിലയും വേപ്പിലയുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത് രണ്ടാമത്തത്. ഇനി പൊടിയാക്കാനുള്ള ഐറ്റംസ് നമുക്ക് നോക്കാം. കുരുമുളക് കുറച്ച് എടുത്ത് വയ്ക്കാം, 1 ടീസ്പൂൺ എടുത്ത് വയ്ക്കാം. കുറച്ച് മല്ലി 1 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ജീരകം ഒരു 3/4 ടീസ്പൂൺ എടുത്ത് വെച്ചോളൂ. ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 2-3 ഉലുവയാണ്. അത്ര എടുത്താൽ മതി, കൂടുതൽ എടുക്കാൻ പാടില്ല. ഒരു 3-4 ഉലുവ മാത്രം. പിന്നെ ഒരു 3-4 കടുക്, അത്ര എടുത്താൽ മതി. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന കുരുമുളകും മല്ലിയും പിന്നെ ജീരകവും ഉലുവയും കടുകും ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കേണ്ടതാണ്. ഇനി നമുക്ക് വേണ്ടത് ടാമറിൻഡ് വാട്ടർ, അതായത് പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഇതെടുത്തിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതെടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു ചീനച്ചട്ടിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. എടുത്തു വെച്ചിരുന്ന കുരുമുളക്, ജീരകം, മല്ലി, 2-3 നമ്മൾ കടുക് എടുത്ത് വെച്ചിരുന്നു, പിന്നെ ഉലുവ, ഇത്രയും മതി. ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യം നമുക്കത് പൊടിച്ചെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തത് എല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക്, ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊടിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി എടുക്കുക. വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയുടെ പകുതി എടുക്കുക. പിന്നെ വേപ്പിലയും മല്ലിയിലയും കൂടെ ചതച്ച് വെച്ചത് ഒന്നിച്ച് ഇതിലേക്ക് ഇടാം. ഇത് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് പച്ചമണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത്. ഇനി തക്കാളി 2 തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ചതച്ചതിൻ്റെ പകുതി, മല്ലിയിലയും വേപ്പിലയും നല്ലോണം ജസ്റ്റ് ആയതിന് ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യണം. തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ്സ് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് പച്ചമണം പോകുന്ന വരെ.